എല്ലാവർക്കും നമസ്കാരം. സർക്കാർ മേഖലയിൽ സ്ഥിരമായ ഒരു ജോലി നേടുക എന്നത് പലർക്കും വലിയ സ്വപ്നമാണ്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ജോലികൾക്കായി നിരവധി ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കായി ഇപ്പോൾ മികച്ച ഒരു അവസരം എത്തിയിരിക്കുന്നതാണ്. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജിക്കൽസിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ റിക്രൂട്ട്മെന്റിലൂടെ വിവിധ വിഭാഗങ്ങളിലായി നിരവധി ഒഴിവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സയന്റിസ്റ്റ് തസ്തികകൾ മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകൾ വരെ ഉൾപ്പെടുന്ന അവസരങ്ങളാണ് ഇവിടെ ലഭ്യമാകുന്നത്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം. ഇന്നത്തെ വീഡിയോയിലൂടെ ഓരോ പോസ്റ്റിന്റെയും പേര്, ഒഴിവുകളുടെ വിശദാംശങ്ങൾ, പ്രായപരിധി, ശമ്പള സ്കെയിൽ, വിദ്യാഭ്യാസ യോഗ്യത, ആവശ്യമായ എക്സ്പീരിയൻസ്, അപേക്ഷിക്കേണ്ട അവസാന തീയതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നോക്കുന്നു. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയുടെ വിശദവിവരത്തിലോട്ട് കടക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജിക്കൽസ് ഇന്ത്യയിലെ ആരോഗ്യ മേഖലയിലെ ഒരു പ്രധാന ഗവേഷണ സ്ഥാപനമാണ്. ഇത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. വിവിധ ബയോളജിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ് ഈ സ്ഥാപനത്തിന്റെ പ്രധാന ചുമതല. വാക്സിനുകൾ, ബയോളജിക്കൽ മരുന്നുകൾ, ലാബ് പരിശോധനകൾ എന്നിവയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിൽ ഈ സ്ഥാപനം നിർണായക പങ്ക് വഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ജോലി ലഭിക്കുന്നത് വലിയൊരു കരിയർ അവസരമാണ്. ഈ റിക്രൂട്ട്മെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന പോസ്റ്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യത്തേത് സയന്റിസ്റ്റ് ഗ്രേഡ് 2 ആണ്. അടുത്തത് സയന്റിസ്റ്റ് ഗ്രേഡ് 3, നെക്സ്റ്റ് ജൂനിയർ സയന്റിസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, ലബോറട്ടറി ടെക്നീഷ്യൻ, അസിസ്റ്റന്റ് ഗ്രേഡ് 2. ഇനി നമുക്ക് ഈ ഓരോ തസ്തികയുടെ വിശദമായിട്ട് നോക്കാം. ആദ്യത്തേത് സയന്റിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയാണ്. ഈ തസ്തികയ്ക്ക് വളരെ മികച്ച ശമ്പളമാണ് നൽകുന്നത്. ഈ ഒരു തസ്തികയുടെ ശമ്പള സ്കെയിൽ വരുന്നത് 78,800 രൂപ മുതൽ 2,09,200 രൂപ വരെയാണ്. ഇതിനു പുറമെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന എല്ലാ അലവൻസുകളും ലഭിക്കും. ഉദാഹരണത്തിന് ഡിയർനെസ് അലവൻസ്, DA, ഹൗസ് റെന്റ് അലവൻസ്, HRA, ട്രാവൽ അലവൻസ്, മെഡിക്കൽ ബെനിഫിറ്റ്സ് ഇവ ഉൾപ്പെടുന്നതിന് മൊത്തത്തിലുള്ള ശമ്പളം കൂടുതൽ ഉയരും. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പരമാവധി പ്രായം 45 വയസ്സായിരിക്കണം. റിസർവേഷൻ ഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് സർക്കാർ നിയമപ്രകാരം പ്രായ ഇളവ് ലഭിക്കും. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത: സയന്റിസ്റ്റ് ഗ്രേഡ് 2 പോസ്റ്റിന് അപേക്ഷിക്കാൻ ആവശ്യമായ യോഗ്യത MBBS ഡിഗ്രി കൂടാതെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇതിലേക്ക് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. കുറഞ്ഞത് 5 വർഷത്തെ അനുബന്ധ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്ത തസ്തിക സയന്റിസ്റ്റ് ഗ്രേഡ് 3 ആണ്. സയന്റിസ്റ്റ് ഗ്രേഡ് 3 തസ്തികയിലേക്ക് ലെവൽ 10 പേ സ്കെയിലാണ്. ഇത് കേന്ദ്ര സർക്കാർ ശമ്പള സംവിധാനത്തിലെ നല്ലൊരു ഗ്രേഡ് ആണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പരമാവധി പ്രായം 35 വയസ്സാണ്. വിദ്യാഭ്യാസ യോഗ്യത MVSc, അതായത് മാസ്റ്റർ ഓഫ് വെറ്റിനറി സയൻസ്, വെറ്റിനറി മെഡിസിൻ, പബ്ലിക് ഹെൽത്ത്. ഈ തസ്തികയിലേക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്ത തസ്തിക ജൂനിയർ സയന്റിസ്റ്റ് ആണ്. ഈ തസ്തികയിലേക്ക് ലെവൽ 7 പേ സ്കെയിലാണ്. കേന്ദ്ര സർക്കാർ ശമ്പള പട്ടികയിൽ ഇത് നല്ലൊരു ശമ്പള ഗ്രേഡാണ്. SC, ST, OBC, UR, EWS, PWD ഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിലേക്ക് അപേക്ഷിക്കാവുന്ന വിദ്യാഭ്യാസ യോഗ്യത മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോളജി, മറ്റ് ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടങ്ങിയവ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിലേക്കുള്ള എക്സ്പീരിയൻസ് കുറഞ്ഞത് 1 വർഷത്തെ അനുബന്ധ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്ത തസ്തിക അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആണ്. ഈ തസ്തികയിലേക്കുള്ള ശമ്പളം ലെവൽ 6 പേ സ്കെയിലാണ്. പ്രായപരിധി പരമാവധി പ്രായം 30 വയസ്സാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത ആർട്സ്, കോമേഴ്സ്, സയൻസ് ആണ്. കൂടാതെ കുറഞ്ഞത് 50% മാർക്ക് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്ത തസ്തിക ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണ്. ഇതിലേക്കുള്ള ശമ്പള സ്കെയിൽ വരുന്നത് ലെവൽ 6 പേ സ്കെയിലാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട കുറഞ്ഞ പ്രായപരിധി 30 വയസ്സാണ്. വിദ്യാഭ്യാസ യോഗ്യത മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസ് എ സബ്ജക്ട്, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി ആസ് എ സബ്ജക്ട്. ഇതാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത്. അടുത്ത തസ്തിക ലബോറട്ടറി ടെക്നീഷ്യൻ ആണ്. ഈ തസ്തികയിലേക്ക് ലെവൽ 6 പേ സ്കെയിലാണ്. ഇതിലേക്ക് അപേക്ഷിക്കാവുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. SC, ST, OBC, EWS, PWD തുടങ്ങിയ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. വിദ്യാഭ്യാസ യോഗ്യത MSc ബയോളജി വിത്ത് സോളജി അല്ലെങ്കിൽ കെമിസ്ട്രി ആണ്. ഇതും അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ആണ്. കൂടാതെ മോളിക്യുലർ ബയോളജി, ബയോ കെമിസ്ട്രി,
ബയോടെക്നോളജി, മൈക്രോബയോളജി തുടങ്ങിയ വിഷയങ്ങളിൽ BSc നേടിയവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തിക അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ്. ഈ തസ്തികയിലേക്ക് ലെവൽ 2 പേ സ്കെയിലാണ്. വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് +2 ആയിരിക്കണം. ആർട്സ്, കോമേഴ്സ് അല്ലെങ്കിൽ സയൻസ് വിഭാഗത്തിൽ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം. കൂടാതെ അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം ആവശ്യമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി അപേക്ഷിക്കേണ്ട അവസാന തീയതി 2026 ഏപ്രിൽ 8. അതിനാൽ യോഗ്യതയുള്ളവർ ഉടൻ അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ടുന്ന വിധം ഈ റിക്രൂട്ട്മെന്റ് ഓൺലൈൻ വഴി അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള സാധാരണ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വായിക്കുക, ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്ക് തുറക്കുക, ആവശ്യമായ വിവരങ്ങൾ നൽകുക, ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യുക, അപേക്ഷ സമർപ്പിക്കുക. ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ട് വായിക്കുക, യോഗ്യത ഉറപ്പാക്കുക, ആവശ്യമായ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുക, അവസാന തീയതിക്ക് മുമ്പ് അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജിക്കൽസ് പുറത്തിറക്കിയിരിക്കുന്ന ഈ റിക്രൂട്ട്മെന്റ് നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരമാണ്. ഉയർന്ന ശമ്പളവും സ്ഥിരമായി സർക്കാർ ജോലി ലഭിക്കുന്നതിന് യോഗ്യതയുള്ളവർ ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വിശദമായി വായിച്ച ശേഷം മാത്രം അപേക്ഷിക്കൂ. ഈ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ അപേക്ഷിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റുകളിലൂടെ രേഖപ്പെടുത്താം. കൂടാതെ ഒഫീഷ്യൽ സൈറ്റ് സന്ദർശിക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.